ഹായ് എവരിവൺ. സോ കേരള MBBS BDS ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട് മക്കളെ. ഇന്നലെ സിയുടെ വെബ്സൈറ്റിൽ പുതിയ സ്കെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് തേർഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അത് വീണ്ടും നീളുകയാണ്. സോ ഈ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് 28/10/2025 11:59 PM വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷനും ഡിലീഷനും റീഅറേഞ്ച്മെന്റും ഒക്കെ പോസിബിൾ ആണ് ഇതിന്റെ MBBSന്റെയും BDSന്റെയും. അപ്പൊ റിസൾട്ട് ഇന്നും നാളെയും ഉണ്ടാവത്തില്ല. കാരണം 28 വരെ എന്തിന് സാധ്യതയുണ്ട്? ഓപ്ഷൻ കൺഫർമേഷന് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 28 11:59 PM വരെ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ കൺഫർമേഷന്റെ ബേസിൽ 31/10/2025 തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. അതായത് ഈ മാസം എൻഡിൽ മാത്രമാണ് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം 5/11/2025 4 PM വരെ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ കിട്ടിയ ആളുകൾക്ക്, അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അതേപോലെ ഫേസ് 1ലും ഫേസ് 2ലും ഏതെങ്കിലും ക്യാമ്പസിൽ ഇപ്പോൾ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് എക്സിറ്റ് ചെയ്യാനും ഒരു അവസരമുണ്ട്. 28/10/2025 5 PM വരെ. അതായത് നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ നടക്കുന്നത് അതേ ദിവസം. ഓപ്ഷൻ കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/10/2025 11:59 PM ആണ്. അതേ ദിവസം വൈകുന്നേരം 5 മണി വരെ ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റോ സെൽഫ് ഫിനാൻസിങ്ങോ MBBS BDS കോഴ്സുകളിൽ നിലവിൽ അഡ്മിഷൻ എടുത്ത് തുടരുന്ന കുട്ടികൾക്ക് അതിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഓക്കെ അല്ലേ? അപ്പൊ ഇത് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു മെഡിക്കൽ അലൈഡ് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട്. അതല്ല, MBBSന്റെയും BDSന്റെയും പുതിയ സ്കെഡ്യൂളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. സിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ MCCയുടെ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. സോ ഓൾ ഇന്ത്യയിലുള്ള നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. സോ ഓൾ ഇന്ത്യയിലുള്ള നിങ്ങളുടെ സാധ്യത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ അതെന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ഓപ്ഷൻ കൺഫർമേഷനും റീഅറേഞ്ച്മെന്റും ഡിലീഷനും ഒക്കെ വളരെ ബുദ്ധിപരമായിട്ട് കേരളയുടെ ചെയ്യുക മക്കളെ. അപ്പൊ കേരളയുടെ റിസൾട്ട് എന്തായാലും വൈകും. റിസൾട്ട് 30-ാം തീയതിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 31-ാം തീയതിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 30-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും. 31-നായിരിക്കും മെയിൻ അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഒഫീഷ്യലി വരിക. അതിനുശേഷമായിരിക്കും കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക. സോ വീണ്ടും ഡിലേ ആവുകയാണ്. അപ്പൊ നമ്മുടെ സാധ്യതകളൊക്കെ നിങ്ങൾക്ക് എന്ന് മനസ്സിലാവും? 13th മനസ്സിലാവും. 30-ാം തീയതി വരുന്ന പ്രൊവിഷണൽ അലോട്ട്മെന്റിലൂടെ മനസ്സിലാവും. സോ ഇനി തേർഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഓപ്ഷൻ കൺഫർമേഷനും മസ്റ്റ് ആയിട്ട് നൽകുക. സെക്കൻഡിൽ അഡ്മിഷൻ എടുത്തിട്ട് നിൽക്കുന്നവരാണെങ്കിലും തേർഡിലേക്ക് പോകണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ മാൻഡേറ്ററി ആണ്. അപ്പൊ എല്ലാ കുട്ടികളും അത് നടത്തുക. അതിനോടൊപ്പം തന്നെ റീഅറേഞ്ച്മെന്റും ഡിലീഷനും ഒക്കെ നടത്തുക. എനിവേ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.